2014 4 IDF സൈനികർ കൊല്ലപ്പെട്ട ആക്രമണത്തിൽ ഹിസ്ബുള്ള ഭീകരർ ഉപയോഗിച്ച ബെയ്റ്റ് ഹനൂനിലെ ഒരു തുരങ്കം തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇസ്രായേൽ സേനയുടെ നെറ്റ്സാച്ച് യഹൂദ ബറ്റാലിയനിലെ സൈനികരും യഹ്ലോങ് കോംബാറ്റ് എഞ്ചിനീയർമാരും ചേർന്നാണ് തുരങ്കം തകർത്തത്. നശിപ്പിക്കപ്പെട്ട തുരങ്കത്തിന് ഏകദേശം 1 കിലോമീറ്റർ നീളമുണ്ട്. 2014 ഓപ്പറേഷൻ പ്രൊട്ടക്റ്റീവ് എഡ്ജിൽ IDF സൈനികരെ പതിയിരുന്ന് കൊലപ്പെടുത്താൻ ഭീകരർ ഈ തുരങ്കം ഉപയോഗിച്ചിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി വടക്കൻ ഗാസ മുനമ്പിലെ ബെയ്റ്റ് ഹനോൻ പ്രദേശത്ത് സൈന്യം ഓപ്പറേഷൻ നടത്തി. ഓപ്പറേഷനിൽ സൈന്യം ഡസൻ കണക്കിന് തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ കണ്ടെത്തുകയും നശിപ്പിക്കുകയും ചെയ്തു. വിവിധ പലസ്തീൻ ഭീകര ഗ്രൂപ്പുകളിൽ നിന്നുള്ള തീവ്രവാദികളെ ഇല്ലാതാക്കുകയും ചെയ്തു. ഭീകരതുരങ്ക അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുന്നതിനായി ഗാസ മുനമ്പിലുടനീളം IDF പ്രവർത്തിച്ചു വരികയാണ്. ജൂൺ ആദ്യം ഗൊലാനി ബ്രിഗേഡിന്റെ എഞ്ചിനീയറിംഗ് ബറ്റാലിയൻ യഹ്ലോമിന്റെ സഹായത്തോടെ തെക്കൻ ഗാസ മുനമ്പിലെ ഖാൻ യൂനിസിന്റെ യൂറോപ്യൻ ആശുപത്രിക്ക് സമീപമുള്ള ഹമാസ് ഭീകരരുടെ ഒരു തുരങ്കം തകർത്തിരുന്നു.